എല്ലാവർക്കും നമസ്കാരം. അറിവിന്റെ പേടകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ആദ്യത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി ഏതാണ്? അപ്പൊ നമ്മുടെ ഡേ 2 പഠിക്കാൻ തന്നിരിക്കുന്ന സിലബസിന്റെ അടിസ്ഥാനത്തിലുള്ള എക്സാം സീരീസ് ആണ്, ശ്രദ്ധിച്ചിരിക്കുക. ആദ്യത്തെ ചോദ്യമാണ്, താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ ജോഡി ഏതാണ്? ശരിയായ ജോഡി ഏതാന്ന് പറയണേ. ഭൗതിക ശാസ്ത്രത്തിന്റെ പിതാവ് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. 2, ആധുനിക ഭൗതിക ശാസ്ത്രത്തിന്റെ പിതാവ് ഐസക് ന്യൂട്ടൻ. 3, ആധുനിക ഭൗതിക ശാസ്ത്രത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത് മേരി ക്യൂറി. 4, ഇന്ത്യൻ ഭൗതിക ശാസ്ത്രത്തിന്റെ പിതാവ് ഗലീലിയോ ഗലീലി. ഇതിൽ ഏതാണ് ശരിയായ ജോഡി എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ഏതാണ് ശരിയായ ജോഡി? ആൻസർ കിട്ടുന്നുണ്ടോ? ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം, അല്ലെ? ഓപ്ഷൻ ബി ഏതാണ്? ഓപ്ഷൻ ബി 3 മാത്രമാണ്, അല്ലെ? ഇതല്ലേ ശരി ഉത്തരമായിട്ടുള്ളത്. ആധുനിക ഭൗതിക ശാസ്ത്രത്തിന്റെ മാതാവ് മേരി ക്യൂറി ആണ്. ഇതാണ് ശരി ഉത്തരം. ഭൗതിക ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? ഭൗതിക ശാസ്ത്രത്തിന്റെ പിതാവ് ആൽബർട്ട് ഐൻസ്റ്റീൻ അല്ല, ഐസക് ന്യൂട്ടൻ ആണ്. ആരാണ്? ഐസക് ന്യൂട്ടൻ, അല്ലേ? ആൽബർട്ട് ഐൻസ്റ്റീൻ ആരാ? ആധുനിക ഭൗതിക ശാസ്ത്രത്തിന്റെ പിതാവാണ്. ആധുനിക ഭൗതിക ശാസ്ത്രത്തിന്റെ പിതാവാണ് ആര്? ആൽബർട്ട് ഐൻസ്റ്റീൻ. ആൽബർട്ട് ഐൻസ്റ്റീൻ ആരാണ്? ആധുനിക ഭൗതിക ശാസ്ത്രത്തിന്റെ പിതാവാണ്. നോക്കൂ, ഇന്ത്യൻ ഭൗതിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഗലീലിയോ ഗലീലി ആണോ? അല്ല, ഹോമി ജെ ഭാവയാണ്, അല്ലെ? ഹോമി ജെ ഭാവയാണ് ഇന്ത്യൻ ഭൗതിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് പറയുന്നത്. ഓക്കെ, ദീപ ഹായ്. ദീപ, ചിത്ര, ശ്രീജിത്ത് ഹായ്. ഓക്കെ അല്ലേ? ആദ്യത്തെ ക്വസ്റ്റ്യൻ എല്ലാവർക്കും കിട്ടിയല്ലോ. ഓക്കെ, അടുത്ത ചോദ്യം, ഭൗതിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ചില പഠന ശാഖകളാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. അവയിൽ ശരിയായ ജോഡി ഏതാണ് എന്ന് കണ്ടെത്തുക. ഭൗതിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠനശാഖകളാണ്, ഏതൊക്കെയാണ് ശരി എന്ന് കണ്ടെത്തുക. ഏതാണ് ഇതിൽ ശരിയായിട്ടുള്ളത്? ഏതാണ്? വേഗം ആൻസർ വായിച്ചു പറഞ്ഞേ. ഏതാണ്? ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഏതാണ് ശരി ഉത്തരമായിട്ട് വരുന്നത്? ഇത് ആൻസർ ഒന്നും കമന്റ് ചെയ്താലും ഏതാണ് ഇതിൽ ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് ഇതിൽ ശരി ഉത്തരമായിട്ട് വരുന്നത്. 2ഉം 4ഉമാണ് ഇത് ശരിയായിട്ടുള്ള ജോഡി, അല്ലെ? നോക്കൂ, ചലനത്തെ കുറിച്ചുള്ള പഠനം സ്റ്റാറ്റിക്സ് ആണോ? ചലനത്തെ കുറിച്ചുള്ള പഠനം എന്താണ്? സ്റ്റാറ്റിക്സ് അല്ല, ഡൈനാമിക്സ് ആണ്, അല്ലെ? ചലനത്തെ കുറിച്ചുള്ള പഠനമാണ് എന്തെന്ന പേരിൽ അറിയപ്പെടുന്നത്? ഡൈനാമിക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി വൈദ്യുത കാന്തിക ശക്തി, അതുമായി ബന്ധപ്പെട്ട പഠനം എന്താണ്? തെർമോഡൈനാമിക്സ് ആണോ? തെർമോഡൈനാമിക്സ് അല്ല, അത് ഇലക്ട്രോമാഗ്നറ്റിസം ആണ്. എന്താണിത്? ഇലക്ട്രോമാഗ്നറ്റിസം. ഓക്കെ, ചലനവുമായി ബന്ധപ്പെട്ട പഠനം ഏതാണ്? ഡൈനാമിക്സ് ആണ്. വൈദ്യുത കാന്തിക ശക്തിയുമായി ബന്ധപ്പെട്ട പഠനം ഏതാണ്? ഇലക്ട്രോമാഗ്നറ്റിസം ആണ്. കിട്ടിയല്ലോ. ബി ആണ് ശരി ഉത്തരം. അശ്വതി, ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. 2ഉം 4ഉം ശരി ഉത്തരാണ് കേട്ടോ. അടുത്ത ചോദ്യം ശരിയായി ക്രമീകരിക്കുക. അപ്പോ ഇത് ജഡത്വ നിയമം, വൈദ്യുത കാന്തിക നിയമം, ചലന നിയമം, ആപേക്ഷിക സിദ്ധാന്തം. ഈ ഇതിനെ ഓപ്ഷൻ എയും ബിയും നമ്മൾ മാച്ച് ദ ഫോളോയിങ് പോലെയാണിത്. ഇതിനെ ശരിയായിട്ടൊന്ന് ക്രമീകരിച്ച് വേഗം ഒന്ന് മാച്ച് ചെയ്തേ. ഏത് ഓപ്ഷനാണ് ഇത് ശരിയായിട്ട് വരുന്നത്? ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണോ, ബി ആണോ? ഏതാണ് ശരി ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം, അല്ലെ? ജഡത്വ നിയമം ആവിഷ്കരിച്ചത് ആരാണ്? ജഡത്വ നിയമം ആവിഷ്കരിച്ചത് ഗലീലിയോ ഗലീലി, അല്ലെ? വൈദ്യുത കാന്തിക നിയമം ഏതാണ്? മൈക്കൽ ഫാരഡെ. വൈദ്യുതി എന്ന് പറയുമ്പോൾ തന്നെ മൈക്കൽ ഫാരഡെ നമുക്ക് ഓർമ്മ വരണം, അല്ലെ? ചലന നിയമമോ? ഐസക് ന്യൂട്ടൻ. ആപേക്ഷിക സിദ്ധാന്തം ആൽബർട്ട് ഐൻസ്റ്റീൻ. കിട്ടിയോ? ആപേക്ഷിക സിദ്ധാന്തം ആരാണ്?
ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. ഓപ്ഷൻ എ ആണ് ഇവിടെ ശരി ഉത്തരമായിട്ട് വരുന്നത്. അടുത്തത് നാലാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്ന വസ്തുതകൾ പരിശോധിച്ച് ദ്രവ്യത്തിന്റെ അവസ്ഥ ഏതെന്ന് തിരിച്ചറിയുക. അല്ലെ, ദ്രവ്യത്തിന്റെ അവസ്ഥകൾ നമുക്ക് അറിയാവുന്നതാണ്. ഈ ഹിന്റുകൾ ഉപയോഗിച്ചുകൊണ്ട്, ഈ വസ്തുതകൾ ഉപയോഗിച്ചുകൊണ്ട് ആ ദ്രവ്യം ഏതാണെന്ന് പറയണേ. നിശ്ചിത ആകൃതിയില്ല, നിശ്ചിത വ്യാപ്തമില്ല, വ്യാപന ശേഷി കൂടുതലാണ്. ഏതുമായി, ഏത് ദ്രവ്യവുമായി ബന്ധപ്പെട്ടതാണ് ഈ പ്രസ്താവന? ഏതാണ്? കുറെ പേര് ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ സി ആണ് ഇതിലെ ശരി ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ്. ഏതാണ് ശരി ഉത്തരം? വാതകമാണ് ശരിയായിട്ടുള്ള ഉത്തരം. എന്താണ് അത്? ദ്രവ്യത്തിന്, അതായത് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും മാസ് ഉള്ളതുമായ എല്ലാത്തിനെയും നമ്മൾ എന്താണ് വിളിക്കുക? ദ്രവ്യം എന്താണ് വിളിക്കുക? അല്ലെ, ദ്രവ്യത്തിന്റെ പ്രധാനപ്പെട്ട 3 അവസ്ഥകൾ ഏതെല്ലാമാണ്? ഖരം, വാതകം, ദ്രാവകം. അല്ലെ, അതില് ആകൃതിയും വ്യാപ്തവും ഇല്ലാത്തതും എന്നാൽ ഏറ്റവും കൂടുതൽ വ്യാപന ശേഷിയുള്ളതും ഏതിനാണ്? ഏത് ദ്രവ്യത്തിന്റെ അവസ്ഥയ്ക്കാണ്? അത് വാതകത്തിനാണ്. ഉറപ്പല്ലേ? ഇനി പദാർത്ഥത്തിന്റെ 4ാമത്തെ അവസ്ഥ ഏതാണ്? പ്ലാസ്മയാണ്. അല്ലെ, നോക്കൂ, ഈ ദ്രവ്യത്തിന്റെ അവസ്ഥകളുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ സ്ഥിരാവധി നമ്മൾ കണ്ടുവരുന്നതാണ്. അപ്പോ എല്ലാവരും പഠിച്ചു വെക്കുക കേട്ടോ. എത്ര അവസ്ഥകളുണ്ടോ ആ എല്ലാ അവസ്ഥകളും അതിന്റെ പ്രത്യേകതകൾ ഒന്ന് രണ്ടെങ്കിലും പഠിച്ചു വെക്കുക. സ്റ്റേറ്റ്മെന്റ് ടൈപ്സ് ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടാലും നമുക്കത് അറിയാനായിട്ട് സാധിക്കണം. ആ രീതിയിൽ വേണം നമ്മൾ പഠിച്ചു പോകേണ്ടത്. കിട്ടിയല്ലോ? അപ്പൊ ഇങ്ങനെ ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് പ്രതീക്ഷിക്കണം? ചോദ്യങ്ങൾ പ്രതീക്ഷിക്കണം. അതായത് കുറച്ച് ഹിന്റ് വെച്ചുകൊണ്ട് ഇതിൽ ഏത് അവസ്ഥയാണെന്ന് ചോദിച്ചാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ആൻസർ ചെയ്യാനായിട്ട് പറ്റണം. അടുത്തത് പ്ലാസ്മാവസ്ഥയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ നിന്ന് ശരിയായ പ്രസ്താവനകൾ അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതാണെന്ന് കണ്ടെത്തുക. അല്ലെ, അടുത്ത ചോദ്യം എന്തായിരുന്നു? പ്ലാസ്മാവസ്ഥ. ഇതും ദ്രവ്യത്തിന്റെ അവസ്ഥകളുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്. പ്രധാനമായിട്ടുള്ള ചോദ്യമാണ്. എത്രാമത്തെ അവസ്ഥയാണ്? 4ാമത്തെ അവസ്ഥയാണ്. അല്ലെ, ഏതാണ് ശരി ഉത്തരം? വേഗം വായിച്ചു പറഞ്ഞേ. ഏതാണ് ശരി ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ? ഏതാണ് ശരി ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ ആൻസർ എവിടെ ആൾക്കാരെ? ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. അല്ലെ, ഓപ്ഷൻ സി ആണ്. 2ഉം 3ഉമാണ് എന്ത്? ശരിയായ പ്രസ്താവനകൾ. അല്ലെ, ഏതൊക്കെയായിരുന്നു പ്രസ്താവനകള്? പദാർത്ഥത്തിന്റെ 5ാമത്തെ അവസ്ഥയാണ് എന്ത്? പ്ലാസ്മ. 5ാമത്തെയാണോ? അല്ല, 4ാമത്തെയാണ്. അപ്പൊ 1ാമത്തെ പ്രസ്താവന എന്താണ്? തെറ്റാണ്. പദാർത്ഥത്തിന്റെ ഉയർന്ന താപനിലയിൽ അയോണീകരിക്കപ്പെട്ട പദാർത്ഥത്തിന്റെ അവസ്ഥയാണിത്. വളരെ ശരിയാണ്. പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥയാണ് ഏത്? പ്ലാസ്മ. അതും ശരിയാണ്. അല്ലെ, കഴിഞ്ഞ ഏതോ ഒരു PSC എക്സാമിന്റെ വർഷവും കാറ്റഗറി നമ്പറും ഓർമ്മയില്ല, കഴിഞ്ഞ ഒരു പരീക്ഷയിലെ ഒരു ചോദ്യമായിരുന്നു ഈ പറഞ്ഞ പ്ലാസ്മയുമായി ബന്ധപ്പെട്ട പ്രസ്താവന. കുറെ പേര് ശരി ഉത്തരം പറഞ്ഞു. അടുത്ത ചോദ്യം. ദ്രവ്യത്തിന്റെ സവിശേഷതകളെ കുറിച്ച് തെറ്റായ വസ്തുതകൾ തിരഞ്ഞെടുക്കുക. താഴെ ദ്രവ്യത്തിന്റെ കുറെ വസ്തുതകൾ പറയുന്നുണ്ട്. ഇതിലെ തെറ്റായത് ഏതാണ്? തെറ്റായ പ്രസ്താവന മാത്രം പറഞ്ഞാൽ മതി. ഏതാണെന്ന് തിരഞ്ഞെടുക്കുക. ഏതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന? ഓപ്ഷൻ എ ആണോ, ബി ആണോ? ഏതാണ് പ്രസ്താവന? വേഗം വായിച്ചേ. ഏതാണ് തെറ്റായത്? ഓപ്ഷൻ സി ആണ്. അല്ലെ, 2ാമത്തെയാണ്. അല്ലെ, ഏതാണ്? നോക്കൂ, സ്റ്റേറ്റ്മെന്റ്സ് നോക്കൂ. അത്യധികം ഉയർന്ന താപനിലയിലുള്ള ദ്രവ്യത്തിന്റെ അവസ്ഥയാണ് ക്വാർട്സ് ഗ്ലൂവോൺ. ശരിയാണോ? ശരിയായ പ്രസ്താവന. ദ്രവ്യത്തിന്റെ 8ാമത്തെ അവസ്ഥയാണ് ജോൺ ടെല്ലർ മെറ്റൽ. 8ാമത്തെയാണോ അത്? അല്ല, 9ാമത്തെ അവസ്ഥയാണ്. അല്ലെ, ദ്രവ്യത്തിന്റെ 9ാമത്തെ അവസ്ഥയാണ് ജോൺ ടെല്ലർ മെറ്റൽ എന്ന് പറയുന്നത്. അടുത്ത പ്രസ്താവന നോക്കൂ. ദ്രവ്യത്തിന്റെ ക്വാർട്സ് മോഡൽ കണ്ടുപിടിച്ചത് മുറൈ ജെൽമാനും ജോർജ് സ്വിഗുമാണ്. അതും ശരിയായ പ്രസ്താവനയാണ്. ഇതിൽ തെറ്റായ വസ്തുത ഏത് മാത്രമാണ്? ഓപ്ഷൻ സി 2 മാത്രമാണ് ഇതിൽ തെറ്റായ പ്രസ്താവന. ശരിയല്ലേ? അടുത്ത ചോദ്യം. E=mc² എന്ന സമവാക്യത്തിൽ c എന്നത് പ്രകാശത്തിന്റെ വേഗത്തെ സൂചിപ്പിക്കുന്നു. ഇവയുടെ മൂല്യം എത്രയാണ്? അല്ലെ, E=mc². നമുക്ക് ഏറ്റവും കൂടുതൽ അറിയുന്ന, അല്ലെ,
ഏറ്റവും കൂടുതൽ കണ്ട് പരീക്ഷകളിലൊക്കെ ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യം, ഒരു ഇക്വേഷൻ ആണിത്. എന്താണ് ഇത്? അല്ലെ, ദ്രവ്യം ഊർജമാക്കി മാറ്റുമ്പോൾ ലഭിക്കുന്ന ഊർജത്തിന്റെ അളവ് കണക്കാക്കുന്ന സമവാക്യമാണ് ഏത്? E is equal to mc² എന്ന് പറയുന്നത്. അല്ലെ, കുറെ പേര് ശരി ഉത്തരം പറഞ്ഞു. ഏതാണ് ശരി ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. അല്ലെ, എന്താണ് എന്ന് പറയുന്നത്? ദ്രവ്യത്തെ ഊർജമാക്കി മാറ്റുമ്പോൾ ഊർജത്തിന് ലഭിക്കുന്ന അല്ലെങ്കിൽ ആ പരിവർത്തന ഊർജത്തിന്റെ അളവ് കണക്കാക്കുന്ന സമവാക്യമാണ് E = mc² എന്ന് പറയുന്നത്. ഇതില് സി എന്ന് പറയുന്നത് മൂല്യം എത്രയാണ്? 3 × 10⁸ മീറ്റർ/സെക്കൻഡിന് തുല്യമാണ്. ഓപ്ഷൻ എ ആണ് ഇതെന്ന് പറയുന്നത് ശരിയായിട്ടുള്ള ആൻസർ. ഓപ്ഷൻ എ ആണ് ഇത് ശരി ഉത്തരം. കുറെ പേര് ശരി ഉത്തരം പറഞ്ഞു കേട്ടോ. അടുത്ത ചോദ്യം, അടുത്തത് ഹിഗ്സ് ബോസോണുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഹിഗ്സ് ബോസോൺ എന്താണ്? ഹിഗ്സ് ബോസോൺ ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്താൻ വേണ്ടി എന്താണിത്? നോക്കൂ, കണികകൾക്ക് മാസ് ലഭിക്കുന്നത് എപ്രകാരമാണെന്ന് വിശദീകരിക്കുന്ന അടിസ്ഥാന കണമാണ് ഹിഗ്സ് ബോസോൺ. ദൈവഗണം എന്നറിയപ്പെടുന്നു, ശരിയാണ്. പദാർത്ഥങ്ങളുടെ ഊർജവാഹകർ എന്നറിയപ്പെടുന്ന കണമാണ് ഹിഗ്സ് ബോസോൺ, ശരിയല്ലേ? ഏതാണ് ശരി ഉത്തരം? ഏതാണ് ശരി ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. ഹിഗ്സ് ബോസോണുമായി ബന്ധപ്പെട്ട് എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ആരാണ് ബോസോൺ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്? പോൾ ഡിറാക് ആണ്. ആരാണ്? പോൾ ഡിറാക് ആണ് ബോസോൺ എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. കിട്ടിയല്ലോ? ഓക്കെ അല്ലേ? അടുത്തതോട് കിടക്കുമല്ലേ? യെസ്. അടുത്ത ചോദ്യം, ചുവർച്ചിത്രകളിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ കൊടുത്തിരിക്കുന്നു. തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. അല്ലെ, നമ്മള് ദൃശ്യകലയും ചിത്രകലയും പഠിച്ചല്ലോ അല്ലെ? അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ചുവർച്ചിത്രകലയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. വേഗം വായിച്ചേ. തിരുനന്ദിക്കര ഗുഹാക്ഷേത്രത്തിലെ ചുവർച്ചിത്രമാണ് ഏറ്റവും പഴക്കം ചെന്ന ചുവർച്ചിത്രം. ശരിയാണോ? ശരിയാണ്. കേരളത്തിലെ ചുവർച്ചിത്ര സമ്പ്രദായങ്ങളെ പറ്റി വിവരിക്കുന്ന ഗ്രന്ഥമാണ് ചുവർച്ചിത്രരത്നം. തെറ്റാണ്. ഏതാണ്? ശില്പരത്നമാണ്. ആ പുസ്തകം എന്താണ്? ചുവർച്ചിത്രങ്ങളെ പറ്റി വിവരിക്കുന്ന ഗ്രന്ഥമാണ് ഏത്? ശില്പരത്നം. ശില്പരത്നം എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവാണ് ശ്രീകുമാരൻ. ശരിയാണ്. വർക്കലയിലെ പെർഫോമിംഗ് ആർട്സ് സെന്ററിലെ കളരിപ്പയറ്റിന് അനുബന്ധ ചിത്രങ്ങളാണ് സംസ്ഥാനത്തെ ഏറ്റവും വലിയ ചുവർച്ചിത്രം. ശരിയല്ലേ? ശരിയായ പ്രസ്താവനയാണ്. ഏതാണ് ശരി ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. അല്ലെ, 1, 3, 4 ആണ് ശരി ഉത്തരം. കുറെ പേര് ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ ബി എന്ന് കേട്ടോ. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് തെറ്റായ ജോഡി കണ്ടെത്തുക. വേഗം ആൻസർ പറഞ്ഞില്ല. ഏതാണ് തെറ്റായ ജോഡി എന്ന്? ഏതാണ് തെറ്റായ ജോഡി? ഏതാണ് ഇതിന്റെ ശരി ഉത്തരം? ഏതാണ് തെറ്റ്? വേഗം പറഞ്ഞ. ഏതൊക്കെയാണ് തെറ്റുത്തരായിട്ട് വരുന്നത്? ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ? ഏതാണ് ശരി ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ സി ആണ് തെറ്റായ. സി ആണ് ശരി ഉത്തരം. അല്ലെ, തെറ്റായ ജോഡികൾ ഇതെല്ലാമാണ്. 2, 3, 4. നൃത്തം ചെയ്യുന്ന പെൺകുട്ടി, അത് ആരുടെ ചിത്രമാണ്? നൃത്തം ചെയ്യുന്ന പെൺകുട്ടി ശരി അമൃത ഷേഖിലല്ല, KC പണിക്കരാണ്. അമൃത ഷേഖിലല്ല, KC പണിക്കരുടെ ചിത്രമാണ് നൃത്തം ചെയ്യുന്ന പെൺകുട്ടി. വധുവിന്റെ ചമയം, അത് ആരുടെ ചിത്രമാണ്? അത് അമൃത ഷേർഗിലിന്റേതാണ്. അമൃത ഷേർഗിലിന്റേതാണ് വധുവിന്റെ ചമയം. ഇനി മുല്ലപ്പൂ ചൂടിയ മലയാളി പെൺകുടി, നമുക്ക് എല്ലാവർക്കും അറിയാം. മുല്ലപ്പൂ ചൂടിയ മലയാളി പെൺകുടി ആരുടേതാണ്? രാജാ രവിവർമ്മയുടേതാണ്. ഏതാണ്? അബീന്ദ്രനാഥ് ടാഗോർ അല്ല, രാജാ രവിവർമ്മ. അല്ലെ, രാജാ രവിവർമ്മയാണ് ചിത്രകലയുടെ
ചിത്രകലയുടെ ആസ്ഥാന വ്യക്തി അല്ലെ, അദ്ദേഹത്തിന് അങ്ങനെയാണ് നമ്മൾ വിവരിക്കാറുള്ളത് അല്ലെ. ചിത്രകല എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു പിക്ചർ അല്ലെങ്കിൽ ചിത്രകാരന്മാരിലെ ചിത്രകാരൻ, രാജാക്കന്മാരിലെ ചിത്രകാരൻ എന്നിങ്ങനെ ഒരുപാട് വിശേഷങ്ങൾക്ക് അർഹനായിട്ടുള്ള രാജാ രവിവർമ്മയുടേതാണ് മുല്ലപ്പൂ ചൂടിയ മലയാളി പെൺകുട്ടിയുടെ ചിത്രം. കിട്ടിയല്ലോ. അടുത്ത ചോദ്യം കിടക്കുവാണേ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ചിത്രകലാ വിഭാഗത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഇന്ത്യയിലെ ചിത്രകലാ വിഭാഗത്തിൽ ഉൾപ്പെടാത്തത് ഇതിൽ ഏതാണ്? ഏതാണ് ചിത്രകലാ വിഭാഗത്തിൽ ഉൾപ്പെടാത്തത്? ഏതാണ് ഇതില്? ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഏതാണ് ശരി ഉത്തരമായിട്ട് വരിക? എ ആണ് കേട്ടോ, ശില്പകലയാണ് കേട്ടോ. ശരി ഉത്തരാണ്. ശ്രീലക്ഷ്മി, മുഖാവരണങ്ങള്, കോലമെഴുത്തും ഗുഹാചിത്രങ്ങളൊക്കെ ചിത്രകലയുടെ സബ് കാറ്റഗറിയില്, അതായത് ചിത്രകലയുടെ അടിസ്ഥാനപരമായിട്ടുള്ള വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്നതാണ് ഗുഹാചിത്രങ്ങളും കോലമെഴുത്തും മുഖാവരണങ്ങളും ഒക്കെ. ഇതെല്ലാം ചിത്രകലയുടെ ഭാഗമാണ് കേട്ടോ. ശില്പകല എന്താണ്? അത് മറ്റൊരു തരത്തിലുള്ള ഒരു കലാരൂപമാണ് അല്ലെ. ശില്പങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാനുള്ള എന്താ പറയാ, നിർമ്മിതിയുടെ ആ നിർമ്മിത ബുദ്ധിയുമായി ബന്ധപ്പെട്ടിട്ടാണ് ശില്പകല. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ രാഷ്ട്രീയ കാർട്ടൂണിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? അല്ലെ, ആക്ഷേപഹാസ്യങ്ങളും അല്ലെങ്കിൽ നമുക്ക് ആരെങ്കിലും വിമർശിക്കാനുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല രീതിയിൽ ഹാസ്യങ്ങളുടെ വിവരിക്കുന്നതിനുള്ള ഏറ്റവും നല്ല മാതൃകയാണ് രാഷ്ട്രീയ കാർട്ടൂണുകൾ എന്ന് പറയുന്നത് അല്ലെ. നമ്മളെല്ലാവരും ന്യൂസ് പേപ്പറിന്റെ ഒരു സൈഡ് കോർണറിൽ കണ്ടിട്ടില്ലേ? അങ്ങനെ രാഷ്ട്രീയ കാർട്ടൂണിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ആരാണ് ഇന്ത്യയിലെ രാഷ്ട്രീയ കാർട്ടൂണിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? ആരാണ്? ഓപ്ഷൻ എ ആണ്, കാർട്ടൂണിസ്റ്റ് ശങ്കരനാണ് ഇന്ത്യയിലെ രാഷ്ട്രീയ കാർട്ടൂണിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. ല്ലോ. ഓക്കെ, അടുത്ത ചോദ്യം, ഇന്ത്യയിലെ കാർഷിക വിളകളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. അല്ലെ, കാർഷിക വിളകൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. എല്ലാ ഭാഗത്തും നമ്മളെ കുഴപ്പിക്കുന്ന കുറെ അധികം ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഖാരിഫ്, റാബി, സെയ്ദ് ആണ് പ്രധാനപ്പെട്ട കാർഷിക കാലങ്ങൾ അല്ലെ. അതുമായി ബന്ധപ്പെട്ട ചോദ്യം നോക്കാം. ഏതാണ് സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ഓടിച്ച് വായിച്ചേ. ഏതാണ് ശരി, ഏതാണ് തെറ്റെന്ന് പറയുക. ഏതാണ് തെറ്റായ പ്രസ്താവന? ഏതൊക്കെയാണ് തെറ്റായ പ്രസ്താവനകള്? ഏതാണ് തെറ്റായ പ്രസ്താവനകൾ? ഓപ്ഷൻ ഡി ആണ് അല്ലെ. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ശരിയുത്തരായിട്ട് വരുന്നത് അല്ലെ. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരിയുത്തരം. 1ഉം 2ഉം 4ഉം തെറ്റാണ്. നോക്കൂ, മൺസൂണിന്റെ ആരംഭത്തിൽ വിളയിറക്കി ഒക്ടോബർ നവംബറോട് കൂടി വിളവെടുപ്പ് നടത്തുന്ന കാലമാണ്, കാർഷിക കാലമാണ് ഇത്. റാബിയാണോ? അല്ല, ഖാരിഫാണ് അല്ലെ. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഖാരിഫ് വിളകള്? നിങ്ങളൊരു ബയോളജി ക്ലാസ്സിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് അറിയില്ല, ഒരു കോഡ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പലിച്ച, എനക്ക്, സോയ, മതി എന്നുള്ള ഒരു കോഡിലൂടെ നമുക്ക് എന്ത് പഠിക്കാൻ പറ്റും? എല്ലാ ഖാരിഫ് വിളകളെയും പഠിക്കാൻ പറ്റും അല്ലെ. എന്താണ്? പരുത്തിയാണ്. നീ നിലക്കടല അല്ലെ. ചണം ചോളം അല്ലെ. എനക്ക് എള്ള്, നെല്ല്. കരിമ്പ് അല്ലെ. സോയാബീൻസ്. മഞ്ഞൾ. തീ എന്താണ്? മതി എന്നുള്ളത് തീ എല്ലാ തിനവർഗങ്ങളെയും സൂചിപ്പിക്കുന്നു. പനിച്ച, എനക്ക്, സോയ, മതി എന്നുള്ള ഒരു കോഡിലൂടെ നമുക്ക് എന്ത് പഠിക്കാം? എല്ലാ ഖാരിഫ് വിളകളെയും പഠിക്കാം. അടുത്ത പ്രസ്താവന നോക്കൂ. ഗോതമ്പ്, പുകയില, കടുക്, പയർവർഗ്ഗങ്ങൾ മുതലായവയാണ് പ്രധാനപ്പെട്ട ഖാരിഫ് വിളകൾ. തെറ്റാണ്. ഇത് എന്ത് വിളകളാണ്? ഗോതമ്പ്, റാബി വിളകളാണ് അല്ലെ. റാബി വിളയാണ്, റാബിയാണ്. അടുത്തത് നോക്കൂ. വേനലിന്റെ ആരംഭത്തോടു കൂടി വിളയിറക്കി മൺസൂണിന്റെ ആരംഭത്തോടു കൂടി വിളവെടുക്കുന്ന വിളയാണ് സൈദ് അല്ലെ. ഏതൊക്കെയാണ്? പഴം, പച്ചക്കറികൾ അല്ലെ. ശരിയാണ്. അടുത്ത പ്രസ്താവന നോക്കൂ. ഉഷ്ണമേഖലാ വിളകളായ നെല്ല്, ജോവർ, ബാജ്ര തുടങ്ങിയവ സൈദ് വിളകളാണ്. അല്ല, നെല്ല് ഏതാണ്? ഖാരിഫ് വിളയാണ്. നെല്ല് ഏത് വിളയാണ്? ഖാരിഫ് വിളയാണ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് ശരിയായ ജോഡി കണ്ടെത്തുക. ഏതാണ് ശരിയായ ജോഡി? ഫിസിക്കൾച്ചർ മത്സ്യവുമായി ബന്ധപ്പെട്ടതാണ്. ഹോർട്ടിക്കൾച്ചർ തേനീച്ചയാണോ? ഹോർട്ടിക്കൾച്ചർ എന്താണ്? പഴം, പച്ചക്കറി അല്ലെ. ക്യൂരിക്കൾച്ചർ എന്താണ്?
പഴം പച്ചക്കറി അല്ല, മുയലാണ് സെറികൾച്ചർ. സെറികൾച്ചർ എന്താണ്? പട്ടുനൂൽപ്പുഴുവാണ്. ഇതിൽ ശരിയായിട്ടുള്ള ജോഡി ഏതൊക്കെയാണ്? 1 ഉം 4 ഉം ആണ് അല്ലെ. അപ്പൊ ഏതാണ് നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്? ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ശരി ഉത്തരം. 1 ഉം 4 ഉം ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. ഫിസിക്കൾച്ചർ മത്സ്യമാണ്, സെറികൾച്ചർ പട്ടുനൂൽപ്പുഴുവാണ്. ഹോർട്ടിക്കൾച്ചർ എന്താണ്? പഴം പച്ചക്കറി. ട്യൂണിക്കൾച്ചർ എന്താണ്? മുയലാണ്. ശാസ്ത്രീയമായ രീതിയിൽ മുയൽ വളർത്തുന്നതിനെയാണ് പറയുന്നത്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് തെറ്റായവ തിരഞ്ഞെടുക്കുക. വേഗം നോക്കൂ, ഈ പ്രസ്താവനകളൊക്കെ ഒന്ന് വേഗം വായിച്ചു എഴുതിയേ. ഏതാണ് തെറ്റായ പ്രസ്താവനകൾ? ഏതാണ് തെറ്റായ പ്രസ്താവനകൾ? ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഏതാണ് തെറ്റ്? ഓപ്ഷൻ സി ആണ് ഇവിടെ തെറ്റ്, ശരിയായിട്ടുള്ള ആൻസർ അല്ലെ. തെറ്റ് ഏതൊക്കെയാണ്? 1, 3, 4. നോക്കൂ, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക ഗവേഷണ കേന്ദ്രമാണ് കേരള കാർഷിക സർവകലാശാല അല്ലെ. ഇതിന്റെ ആസ്ഥാനം എവിടെയാണ്? അമ്പലവയലാണോ? അല്ല, മണ്ണുത്തിയാണ് അല്ലെ. മണ്ണുത്തി. കേരള കാർഷിക സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മണ്ണുത്തിയിലാണ്. അമ്പലവയൽ എന്താണ്? ഇഞ്ചി ഗവേഷണ കേന്ദ്രമാണ്. ഏത്? അമ്പലവയൽ. ഇഞ്ചി ഗവേഷണ കേന്ദ്രമാണ് അമ്പലവയൽ. അടുത്ത പ്രസ്താവന നോക്കൂ, കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യത്താണ്. ശരിയാണ് അല്ലെ. തിരുവനന്തപുരത്തുള്ള ശ്രീകാര്യത്താണ് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത പ്രസ്താവന നോക്കൂ, കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് മണ്ണുത്തിയിലാണ്. തോട്ടവിള എവിടെയാണ്? കാസർഗോഡാണ്. മണ്ണുത്തിയല്ല, കാസർഗോഡാണ് ശരി ഉത്തരം. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കാസർഗോഡാണ്. അത് നോക്കൂ, റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ടെസ്റ്റ് ചെയ്യുന്നത് RRIS ചെയ്യുന്നത് എവിടെയാണ്? കണ്ണാറയിലാണ്. കണ്ണാറയിലാണോ? അല്ല, കോട്ടയത്താണ്. കണ്ണാറ എന്താണ്? ഏത്തവാഴ ഗവേഷണ കേന്ദ്രമാണ്. കണ്ണാറ എന്താണ്? ഏത്തവാഴ ഗവേഷണ കേന്ദ്രമാണ്. ഏത്? കണ്ണാറ അല്ലെ. റബ്ബർ എവിടെയാണ്? റബ്ബർ ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടയത്താണ്. കണ്ണാറ എന്താണ്? ഏത്തവാഴ ഗവേഷണ കേന്ദ്രമാണ് എവിടെ സ്ഥിതി ചെയ്യുന്നത്? കണ്ണാറയില്. ഓക്കെ, തെറ്റിപ്പോയില്ലല്ലോ, മറക്കില്ലല്ലോ. ഓക്കെ, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക ഗവേഷണ കേന്ദ്രമായിട്ടുള്ള കേരള സർവകലാശാല മണ്ണുത്തിയിലാണ്. അമ്പലവയൽ കേന്ദ്ര ഇഞ്ചി ഗവേഷണ കേന്ദ്രമാണ്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രമാണ് തിരുവനന്തപുരത്തെ ശ്രീകാര്യം. അതുപോലെ തന്നെ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡാണ്. റബ്ബർ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് കോട്ടയത്താണ്. ഏത്തവാഴ ഗവേഷണ കേന്ദ്രമാണ് ഏത്? കണ്ണാറ. ഏത്തവാഴ ഗവേഷണ കേന്ദ്രമാണ് ഏത്? കണ്ണാറ. ഓക്കെ, ക്ലിയർ അല്ലേ?